ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ബട്ട് ഒരു ഫിക്ഷണൽ മൂവിയാണ്. എന്താണ് തങ്കമണി? നമ്മുടെ സിനിമ അനൗൺസ് ചെയ്ത് ടൈറ്റിൽ അനൗൺസ് ചെയ്ത ആ ദിവസം മുതൽ ഇന്ന് വരെ തങ്കമണി ചർച്ചയിലുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും വളരെ ഗംഭീരമായി തന്നെ എന്താണ് തങ്കമണി സംഭവം എന്ന് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ 1986 ഇടുക്കി ജില്ലയിൽ നടന്ന തങ്കമണി സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയ സിനിമയാണ് നമ്മുടെ സിനിമ. ആ നാട് അനുഭവിച്ച ട്രോമയാണ് നമ്മുടെ സിനിമയുടെ കോർ. അതാണ് തങ്കമണി. തങ്കമണിയുടെ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പമുള്ള ഒരു യാത്ര, കാരണം ഒരുപാട് പേരെ നമുക്ക് മുമ്പിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര തുടക്കം മുതൽ? എനിക്ക് കുറേ പേരെ പറയാനുണ്ട്. അതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോഷി സാർ, ദിലീപേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഒരു ദിലീപേട്ടൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമുള്ള ഒരു 15 മാസത്തെ യാത്ര റിലീസിന് 10 ദിവസം മുമ്പ് എത്തി നിൽക്കുകയാണ്. അതിന് മുമ്പുള്ളൊരു റിസർച്ച് പാർട്ടും എഴുതുന്ന സമയമൊക്കെ ഉണ്ട്. എൻ്റേത് ഞാൻ എടുക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ ആദ്യ സിനിമയായ ഉടൽ എന്ന ആ സിനിമ നൽകിയ സൗഭാഗ്യമാണ് തങ്കമണി. ഉടലിൻ്റെ ആദ്യ സഹനിർമ്മാതാവായ സജിത് കൃഷ്ണ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുജിത് ജെ നായരെ പരിചയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ തുടക്കം. ആദ്യം തിരക്കഥ വായിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ ദിലീപേട്ടനിലേക്ക് എത്തുന്നു. ഉടൽ എന്ന സിനിമ കണ്ടിട്ട് ദിലീപേട്ടൻ തന്നെ വിളിച്ചതാണ്. സിനിമ ഗംഭീരമായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. ആ കോള് വെക്കുന്നതിന് മുമ്പ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, ഒന്ന് ഒരു ചെറിയ ആപ്ലിക്കേഷൻ അവിടെ കയറ്റി വെച്ചു, ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു കഥയുണ്ടെന്ന് കേൾക്കണം. അറ്റ് എനി ടൈം അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കാണുന്നു. ദിലീപേട്ടൻ കഥ കേട്ട ആ ദിവസം തന്നെ ഈ പ്രോജക്റ്റ് ഓണായി എന്ന് പറയാം. കഥ കേട്ടു, അപ്പം തന്നെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ സുജിത്തേട്ടനെ കുറിച്ച്, സുജിത്തേട്ടനാണ് ഒരു വേറൊരു രീതിയിൽ ദിലീപേട്ടനിലേക്ക് തന്നെ എത്തിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസ് പോലെ ഒരു വലിയ ബാനറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. റാഫിക്കെ പോലെ ഒരു വലിയ പ്രൊഡ്യൂസറിനെ 15 സിനിമ, സൂപ്പർ ഗുഡ് ഫിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ 100 സിനിമകളാകും. ഒരുപാട് ഗംഭീര സിനിമകൾ നമുക്ക് നൽകിയ ബാനറാണ്. ഒപ്പം 18 സിനിമകൾ ചെയ്ത റാഫിക്ക, ഈ രണ്ടുപേരെയും കൊണ്ടുവരുന്നു. ഞാൻ സുജിത്തേട്ടനോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ എക്സിക്യൂഷൻ പാർട്ടിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഏതൊരു ഡയറക്ടറെ സംബന്ധിച്ച്. ആ ഒരു ക്രിയേറ്റീവ് ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റിയും എത്തിച്ചു തന്ന ആളാണ് സുജിത് നായർ. സുജിത്തേട്ട ഒരിക്കലും മറക്കില്ല. പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് ഞാൻ ചെന്നൈയിലെത്തി. സുജിത്തേട്ടനാണ് എന്നെ ചൗധരി സാറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ചൗധരി സാറിനോട് കഥ പറഞ്ഞു, ഡീറ്റെയിലായി കഥ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഈ 15 മാസം കഴിയുമ്പോൾ സിനിമ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. 5 ദിവസം മുൻപ് ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ചെന്നൈയിൽ അദ്ദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. 2 വാക്ക്, തമ്പി നല്ലാർക്ക് പ്രമാദമാർക്ക്. അതിനിടയിലുള്ള ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റായിരുന്നു. റാഫിക്ക എന്നോട് പറഞ്ഞിട്ടില്ല. റാഫിക്ക 2 തവണ മറ്റാണ് ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇതുവരെ റാഫിക്ക എനിക്ക് തോന്നുന്നു റാഫിക്ക കഥ കേട്ടിട്ടില്ല, തിരക്കഥ വായിച്ചിട്ടില്ല. അതാ പറയാം, തങ്കമണി സംഭവം അറിയാൻ തോന്നുന്നു. എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ഇതിന്റെ തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഈ 3 പേർ ഞാൻ ചോദിച്ച എല്ലാ സംഗതികളും, എല്ലാ താരങ്ങളെയും, എല്ലാ ഫെസിലിറ്റികളും തന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ലിബർട്ടിയോടെ ഈ സിനിമ പൂർത്തിയാക്കാനാകുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ നന്ദി. കാരണം ഒരു ചെറിയ സിനിമ ചെയ്തതിനു ശേഷം ഉടൽ പോലെ 1.5 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ് ഉടൽ. അതിൽ നിന്ന് 25 കോടിക്കപ്പുറത്തേക്ക് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത് മുടക്കാൻ തീരുമാനിക്കുന്ന ആ 3 പേരെ എങ്ങനെയാണ് എന്റെ നന്ദി അറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മറക്കില്ല. എനിക്ക് തന്ന ആ സ്വാതന്ത്ര്യം. ദിലീപേട്ടനെ കുറിച്ച് ഇത്തിരി വൈകി പറയാമെന്ന് കരുതിയത്, ഞാൻ ഒരിക്കലും ഒരു 100% കോൺഫിഡൻസോടെ അല്ല, കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ അല്ല, 100% കോൺഫിഡൻസോടെ അല്ല ദിലീപേട്ടന്റെ അരികിലേക്ക് ഞാൻ ഈ കഥ പറയാനായി പോകുന്നത്. കാരണം ദിലീപേട്ടന്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ. ഒരുപാട് ഗംഭീര പടങ്ങൾ, പഞ്ചാബി ഹൗസും
ഒക്കെ പോലെയുള്ള ഗംഭീര കല്യാണരാമനും കുഞ്ഞിക്കുഞ്ഞനും ചാന്തൂട്ട് പോലെയുള്ള ഗംഭീര സിനിമകൾ നമുക്ക് തന്ന മലയാളിയെ ഇത്രയേറെ ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടാവില്ല. അദ്ദേഹത്തോടാണ് ഞാൻ തങ്കമണി പോലെ ഒരു നടന്ന സംഭവം പറയാൻ പോകുന്നത്. അദ്ദേഹം ഇതിനെ എങ്ങനെ എടുക്കും, ഈ കഥാപാത്രത്തെ എങ്ങനെ കാണും? ഒരു നല്ല വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ച് എങ്ങനെ ഡേറ്റ് തരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് പോയത്. ആഫ്റ്റർ ഓൾ പക്ഷെ ഡേറ്റ് തന്നതിന് ശേഷം ഈ നിമിഷം വരെ 30 വർഷത്തെ ദിലീപ് എന്ന നടന്റെ 10 വർഷത്തെ സഹസംവിധായകൻ എന്ന ദിലീപ് എന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നെ എത്രത്തോളം സഹായിച്ചെന്ന് ഈ വേദിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാനാകില്ല. അത്രമേൽ എന്നെ ട്രസ്റ്റ് ചെയ്തു, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമുള്ള ആളല്ല. ഞാൻ ഒരാളോടൊപ്പം അസിസ്റ്റന്റായി നിന്നിട്ടില്ല, ഒരാളോടൊപ്പം അല്ലെങ്കിൽ ആർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിംസോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് വന്ന് ഉടലെന്ന സിനിമ ചെയ്യുകയായിരുന്നു. സോ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. അനുഭവമാണ്. അറിവ് ആ അനുഭവത്തിൽ നിന്ന് ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ കുറവുള്ള ആളാണെന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്കൊരു വിമുഖതയില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് നിമിഷവും പോയി ചോദിക്കാൻ, അത് ഷോർട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ എന്നെ ഇത്രമേൽ ഷോൾഡർ ചെയ്യുകയും എന്നെ ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്ക് ആബേൽ ജോഷുവ മാത്രമേ പെർഫോം ചെയ്യുകയും ചെയ്ത ദിലീപേട്ടനോടുള്ള നന്ദി. അത് ഈ പറഞ്ഞതുപോലെ ഒരു നടനും സംവിധായകനും ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. ഈ കഥ പറയാൻ ആ ഫോൺ കോളിനപ്പുറത്തേക്ക് കഥ പറയാൻ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ആ കഥ പറഞ്ഞ് ഇന്ന് സിനിമ റിലീസിന് 10 ദിവസം മുൻപ് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും ആത്മബന്ധവും എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്ക്. എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും പറയാൻ, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഏത് സമയത്തും വിളിക്കാൻ എനിക്കൊരു ജ്യേഷ്ഠനെ കൂടി കിട്ടിയെന്നുള്ളതാണ്. താങ്ക് യു. ദെൻ ബാക്കി ഒരുപാട് ഘടകങ്ങൾ. ഇപ്പോ ഈ പറഞ്ഞ ആദ്യ സിനിമ ചെയ്യാൻ വരുമ്പോ നമ്മളോടൊപ്പം ഒരു 1.5 കോടിയുടെ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോട് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇത് എങ്ങനെ വരും, ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യണം. എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ ക്യാമറമാനെ തേടുമ്പോൾ നമ്മുടെ പപ്പേട്ടന്റെ, ഞാൻ പത്മകുമാർ, പപ്പേട്ടന്റെ അസോസിയേറ്റ് ഉല്ലാസാണ് മനോജ് പിള്ള എന്ന ക്യാമറമാനെ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഉല്ലാസിനോട് ചോദിച്ചു, എങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി? ഇല്ല, ഒരു ചെറിയ ക്യാമറമാനാണ്, 10-45 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. മാമാങ്കമാണ് അവസാനം ചെയ്ത സിനിമ. നീ എന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം. മാമാങ്കം കഴിഞ്ഞിട്ട് മനോജ് പിള്ള ചെയ്യാൻ വരുന്നത് ഉടലാണ്. ചിക്കാറും പാലേരുമാണിക്കവും അടക്കം ഗംഭീര പടങ്ങൾ നമുക്ക് തന്ന മനോജേട്ടൻ. ഞാൻ ദിലീപിന്റെ കാര്യം പറഞ്ഞതുപോലെ ഉടലിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം. ഉടല് 19 ദിവസം കൊണ്ട് പൂർത്തിയായ സിനിമയാണ്. മനോജ് പിള്ളയിൽ ഒരു ക്യാമറമാൻ ഇല്ലെങ്കിൽ 100 ദിവസത്തിനടുത്ത് ചാർജ് ചെയ്ത ഈ സിനിമ 80 ദിവസം കൊണ്ട് തീരില്ല. എന്നേക്കാൾ എനർജിയോടെ ഈ സിനിമയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത ആളാണ് മനോജ് പിള്ള. ഈ പറഞ്ഞതുപോലെ എന്റെ അനുഭവക്കുറവിനെ ഞാൻ കവറപ്പ് ചെയ്തത് എല്ലാം മനോജ് പിള്ള എന്ന ക്യാമറമാനിലൂടെയാണ്. ദിലീപന്റെ കാര്യം പറഞ്ഞതുപോലെ എപ്പോഴും എന്ത് വേണമെങ്കിലും എനിക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്ത് സംശയങ്ങളും പോയി ചോദിക്കാൻ പറ്റുന്ന, ഞാൻ പതറിപ്പോകാൻ ഇടയുള്ള സന്ദർഭങ്ങളിൽ എന്നെ ഷോൾഡർ ചെയ്ത ആളാണ് മനോജ് പിള്ള. മനോജ് പിള്ളയെ കുറിച്ച് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. മറ്റ് ഒരുപാട് പേർ, മനോജേട്ടൻ, ഞാൻ മനോജേട്ടനെ പേഴ്സണലി പറഞ്ഞ പുല്ലിൽ കിടക്കുന്ന മത്തങ്ങയാണ്. ഈ പുല്ല് വകഞ്ഞു മാറ്റി ചെന്നാലേ ആ മത്തങ്ങ കാണാൻ പറ്റും. നല്ല മത്തങ്ങയായിരിക്കും അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരാളാണ്. ഒരാളെ വിളിച്ച് സിനിമ ചോദിച്ചാൽ എനിക്കറിയില്ല. സോ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ അദ്ദേഹം ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ മനോജകത്തിന്റെ കയ്യപ്പോടെയുള്ള സിനിമകളെ മനോജകത്തിൽ ചെയ്യും. കൽക്കത്തമ്മച്ച് പോലെയുള്ള സിനിമകൾ നമുക്കറിയാം. ഈ സിനിമ നിങ്ങൾ കാണാൻ പോവുകയാണ്. കാണുമ്പോഴറിയാം എന്താണ്, എങ്ങനെയാണ് തങ്കമണിയെ മനോജകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് അയാളുടെ ക്രിയേറ്റിവിറ്റി എന്ന്. മനുഭായ്, ഇനിയും ഒരുപാട് പേരെ കുറിച്ച് പറയണം. റോഷൻ ചേട്ടൻ, ഞാൻ മനസ്സിൽ കണ്ടതിനപ്പുറത്തേക്ക് ആബേൽ ജോഷ മാത്രമേ ഒരുക്കി തന്നതിൽ പ്രധാനിയാണ് റോഷൻ ഭായ്. ദിലീപേട്ടനൊപ്പം ഒരുപാട് പടങ്ങളിൽ മേക്മാനായി ചെയ്ത ആളാണ്. പക്ഷേ ഇസ് എ ലെജൻഡ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യാനാകുന്ന ചെയ്തു തന്ന ആൾ. മറ്റൊരാൾ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ. ഇനി ഞാൻ ഏറ്റവും അധികം പീഡിപ്പിച്ച 2 പേരെ കുറിച്ച് പറയാം. ഒരാൾ മ്യൂസിക് ഡയറക്ടറാണ്. 31 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും പോയി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്തതാണ് തങ്കമണിയുടെ മ്യൂസിക്. വില്യം ഉടലിന്റെ മ്യൂസിക് ഡയറക്ടർ വില്യമായിരുന്നു. ഉടലിലെ ഒരു
പാട്ട് പാടിയിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ രഹസ്യമായിട്ട് ആ സിനിമയിൽ പിന്നെ പാടി കുത്തി കയറ്റിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും ഗംഭീര പാട്ടായിരുന്നു. ഈ സിനിമയിൽ ആ പകലില്ലാതെ ഞാൻ വില്യമിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വില്യം, മൈ ബ്രദർ, താങ്ക് യു വില്യം. അടുത്ത ശ്യാമാണ്. ശ്യാമ ഞാനോട് 26 മണിക്കൂറായിട്ട് പിണങ്ങി എനിക്ക് വരുന്നത്. ഓരോ 26 മണിക്കൂർ കഴിയുമ്പോൾ അടി നടക്കാറുണ്ട്. ഇന്നലെ രാത്രി ഒരു അടി കഴിഞ്ഞ് പിരിഞ്ഞാൽ എവിടെയുണ്ട് ശ്യാം വിളിക്കാം. കഴിഞ്ഞ രാത്രി ഒരു അടി കഴിഞ്ഞ് ഞാൻ ഈ പരിപാടി കിട്ടുന്ന പറഞ്ഞ് പിണങ്ങി പോയിരിക്കുകയാണ്. ഈ സിനിമയുടെ എഡിറ്ററാണ് ശ്യാം ശശിധരൻ. ജോഷാന്റെ ഒരുപാട് സിനിമകൾ നമ്മുടെ ഗംഭീര പടങ്ങളാക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചതാണ്. ഇമാതിരി പരിപാടി ഇനി എന്നെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് ഇന്നലെ പിണങ്ങിപ്പോയ ശ്യാം ഇപ്പൊ കൈകൊട്ടി കാണിക്കുന്നു. താങ്ക് യു ശ്യാം. അപ്പോ ഇങ്ങനെ ഒരുപാട് പേർ, ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഈ സിനിമയിൽ എല്ലാ ദിവസവും ശരാശരി 200 പേർ വെച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് എല്ലാവരെയും പേരെടുത്ത് പറയാനുള്ള സമയം പരിമിതിയുണ്ട്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ ഏകോദര സഹോദരങ്ങളെ പോലെ എന്നോടൊപ്പം ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നത് മേളിൽ ഷൂട്ട് ചെയ്ത് തീർക്കാനായത്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. ഞാൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. വൃന്ദാജി, ഐ എം വെരി ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വൃന്ദാജിയെ കുറിച്ച് വലിയ ധാരണകൾ ഇല്ലാതിരുന്ന സമയത്താണ് സുജിത്തേട്ടനാണ് ഇതിന്റെ സജഷൻ വൃന്ദാജിയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ഫോണിലാണ് നരേറ്റ് ചെയ്ത് കേൾപ്പിച്ചത്. ഗംഭീരമായിട്ട് വൃന്ദാജി വന്നു, സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വൃന്ദാജി. നീത പിള്ള, അങ്ങനെ ഒരുപാട് വലിയ സുധേവ്, അജ്മൽ, അങ്ങനെ ഒരുപാട് പേർ, നമ്മുടെ അഭയ ചേച്ചി, മാളവിക, സ്മിനു, രമ്യ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ. പിന്നെ നമ്മുടെ അതിർത്തി കടന്നെത്തിയ 2 താരങ്ങൾ ജോൺ വിജയ് ആൻഡ് സമ്പത്ത് റാം. അവരെനിക്ക് തന്ന அவங்க കുറച്ച് തമിഴ് പറയാം. அவங்க എനിക്ക് ரொம்ப சப்போர்ட் பண்ணியாச்சு. நான் என்ன கேட்டாலும் கொடுத்தேன். ஓவர் நைட் கண்டினியூஸா ஓவர் நைட் போயிட்டே இருந்தேன். என்கிட்ட எதுவுமே கேட்கல. அவ்வளோ சப்போர்ட் பண்ணியாச்சு. மறக்கவே முடியாது. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാ ഏരിയയിലും ഉള്ളവർ എനിക്ക് തന്ന സപ്പോർട്ട്. കട്ടപ്പനയിൽ നിന്ന് സിജുഭായി ഇവിടെ എത്തിയിട്ടുണ്ട്. കട്ടപ്പനയുടെ പരിസരത്താണ്, തങ്കമണിയുടെ പരിസരത്താണ് സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് സിജുഭായിയാണ്. ഒപ്പം ഷീനോയി. ഈ 2 പേരെയും മറക്കാൻ പറ്റുന്നതല്ല. സിജുഭായി ഇവിടെയുണ്ട്. സിജുഭായി, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ആരെയും വിട്ടുപോയതായി പരിഭവം തോന്നരുത്. ഞാൻ അത്യാവശ്യം നെർവസ് ആണ്. ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ അറിയുന്ന ആളല്ല. അതുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയ്ക്ക് കട്ടയ്ക്ക് കൂടുന്നത് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ആരെങ്കിലും തള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതാകുകയോ അല്ല. ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്ന വാക്കുകളാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സംവിധാന സഹായികളെ കുറിച്ചാണ്. 2 പേരെ ഞാൻ ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാം. ലിജു, അഭി. ഈ ആദ്യം വരുന്ന ആളാണ് അഭിജിത്ത്. ഉടൽ മുതൽ എന്നോടൊപ്പം ഉണ്ട്, അസോസിയേറ്റ് ആയിട്ട്. ഈ വരുന്ന ആൾ, മറ്റേ രണ്ടാമത് വന്ന ആൾ ജനിച്ച കാലം മുതൽ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അനിയനാണ്. അഭിജിത്ത് ഈ പടത്തിന്റെ അസോസിയേറ്റ് ആണ്, ഉടലിന്റെ അസോസിയേറ്റ് ആയിരുന്നു. ലിജു ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ദിലീപനോടൊപ്പം സിനിമ ഈ കഥ പറയാൻ പോകുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച എല്ലാ സംഘർഷങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സന്തോഷങ്ങളും അതേ അളവിൽ ഷെയർ ചെയ്യുന്ന 2 പേരാണ്. അഭിയുടെ സിനിമ വരുന്നുണ്ട്. എന്റെ തിരക്കഥയിൽ അഭി സംവിധാനം ചെയ്യുന്ന സിനിമ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പം എനിവേ, താങ്ക് യു ഗൈസ്. മറക്കില്ല അത്രയധികം. എന്താണ് പറയാന്ന് വെച്ചാൽ പറയാം. ഒന്നും പറയല്ല. ഓക്കെ, ഇവിടെ നിൽക്കി ജോബിൻ, ബാക്കിയുള്ളവർ വന്നേ. ഇത് ജോബിൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്റെ സിനിമാ യാത്രയിൽ ആദ്യം മുതലുണ്ടായ ആളാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹോദരനുമാണ്. ഷിനു, ആകാശ് ആൻഡ് ധന്യാണ്. ഇത്രയും പേരാണ് എന്റെ ടീം. ഇവർ ഈ പറഞ്ഞതുപോലെ അഹോരാത്രം കഴിഞ്ഞ പുലർച്ചെ വരേക്കും ഇപ്പോൾ വരേക്കും ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്കുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. യൂഫിന്റെ സിനിമ വരുന്നുണ്ട്, അതിന്റെയും തിരക്കഥ എന്ത് തന്നെയാണ്. അപ്പൊ 2 അസോസിയേറ്റുമാർക്കും തിരക്കഥ എഴുതി പൈസ വാങ്ങണം, അതാണ് ഉദ്ദേശം. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുന്നുണ്ടോ? ശരിക്കും ഞാൻ ഐറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രതീക്ഷയുടെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് 2 പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു. നന്ദി.
ഞാൻ ആദ്യമായി വർക്ക് ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ 1986 കാലഘട്ടത്തിൻ്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചത് എന്നെ കൊണ്ട് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു. ഇത് സന്തോഷം. വളരെ സന്തോഷമുണ്ട്. സിനിമ കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. റിലീസിന്റെ കൂടെ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രണതാജിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളെന്നാണ്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. തങ്കമണിയുടെ ടീമിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ മൂവി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അസീസ് ഭായി, സന്തോഷം. എല്ലാവരും ഇവിടെ ഉണ്ട്. ജോഡി പൂഞ്ഞാർ ഇവിടെ ഉണ്ട്. എല്ലാവരും സന്തോഷവും നന്ദി അറിയിക്കുന്നു. പേര് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാൾ VT അനിൽകുമാറാണ്. ഉടലുന്ന സിനിമയ്ക്ക് എൻ്റെ സിനിമയ്ക്ക് പാട്ട് എഴുതിയ ആളാണ്. ഈ സിനിമയുടെ നമ്മൾ ആസ്വദിച്ച തങ്കമണി പാട്ട് ഉൾപ്പെടെ എല്ലാ പാട്ടുകളും എഴുതുന്നത് VT അനിൽകുമാറാണ്. തിരക്കഥാകൃത്തിയോട്. അപ്പോൾ ഞാൻ ആദ്യം കഥകൾ ആലോചിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നവരിൽ വീറ്റോ പവറുള്ള 5 പേരിൽ ഒരാളാണ് VT അനിൽകുമാർ. എനിക്ക് വീറ്റോ പവറുള്ള ഒരു 5 അംഗ കമ്മിറ്റി ഉണ്ട്. എൻ്റെ ഭാര്യ ഉൾപ്പെടുന്ന 5 അംഗ കമ്മിറ്റി. ഇവരെ ആരെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഥ ആലോചിക്കാറില്ല. അങ്ങനെയാണ് ഒരു സിസ്റ്റം. താങ്ക് യു VT. പിന്നെ അവസാനമായി പറഞ്ഞു നിർത്തുകയാണ്. ഒരുപാട് സമയം എടുക്കുന്ന ബോറടിക്കുന്നത് അറിയാം. പറഞ്ഞു നിർത്തേണ്ടത് എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ആളിനെ കുറിച്ചാണ്. അതെന്റെ നല്ല ബാധ്യയാണ്, ജീവിത പങ്കാളിയാണ്. അഞ്ജു ഇവിടെയുണ്ട്. സ്റ്റേജിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിളിക്കാത്തതാണ്. ഈ പറഞ്ഞ വീറ്റോ പവറുള്ള കമ്മിറ്റിയിലുണ്ട്. ലോകത്തെ ഏറ്റവും ധീരയായ 10 വനിതകളിൽ ഒരാളായിട്ട് ഞാൻ കാണുന്ന ആളാണ് അഞ്ജു. ഒന്ന് വേലയും തൊഴിലും ഒന്നും ഇല്ലാതെ സിനിമ സ്വപ്നം കണ്ടിറങ്ങി തിരിച്ച ഒരാളെ കുറെ കാലം പ്രണയിക്കുകയും ഒരു ജോലിയില്ലാത്ത അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അസാമാന്യ ധൈര്യമാണ്. 2, എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും എൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലുള്ള ചാലക ശക്തിയും അയാൾ തന്നെയാണ്. താങ്ക് യു, ലവ് യു. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ബാക്കി നടക്കട്ടെ. രതീഷ്